ആനക്കാരൻ ലാൻഡ് ചെയ്തു. എയർപോർട്ടിനകത്തോട്ട് പോയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ആൻഡ് വാച്ച്. ഓവർ. സർ, ഇത് കാണുമ്പോ എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരിക. നമ്മുടെ പഴയ ഒരു സാറുണ്ടായിരുന്നില്ലേ, ഈ മാലിക്കാരി പെണ്ണെ എയർപോർട്ടിൽ. സെയിം. അതാ മനസ്സിൽ തോന്നുന്നത്. ഇതെന്ത് പുലിവാലാണോ? എന്റെ അമ്മോ, എന്നാ മുതല്! ഉഗ്രൻ, അത്യുഗ്രൻ. വെൽക്കം ടു യു അക്കമ്മ. എന്ത് പറ്റിയാടോ തനിക്ക്? എന്റെ പൊന്നു സാറേ, യക്ഷി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലേ ഉള്ളൂ. ഞാൻ ദേ ഇപ്പൊ നേരിട്ട് കണ്ടോണ്ടിരിക്കുക. സർ, അവർ പുറപ്പെട്ടു. ഞാൻ പുറകെ വിടുന്നു. ഫോളോ ദം സ്ട്രിക്ട്ലി. സർ, സുഗുണൻ സാർ പോയി. പകരം പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട്. ഇനിയും കാശ് ചോദിച്ചു വന്നാലുണ്ടല്ലോ, ദിസ് ഇസ് ലാസ്റ്റ്. ടേക്ക് ഇറ്റ്. പാഷ, ഡിവൈഎസ്പി കുമാർ സാറിന്റെ വീട് അന്വേഷിച്ച് വന്നായിരിക്കും. അത് നാലിവിടെ അപ്പുറത്താണ് സാർ. നിന്നെ തേടി തന്നെയാ വന്നത്. എന്നെ തേടിയോ? എനിക്കിപ്പോ പൗരസമിതിയായിട്ട് ഒരു ബന്ധമില്ല സാർ. ഓ, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. നീ എന്തിനാ അക്കാമ്മയുടെ വീട്ടിൽ പോയത്? അക്കാമയോ? ഏതക്കാമ? എന്റെ അമ്മ സത്യം, എനിക്ക് അങ്ങനെ അക്കാമ അറിഞ്ഞൂടാ. കള്ളം പറയുന്നു. ഈ കാറിലല്ല നീ പോയത്? ഈ കാറിലോ? എന്റെ പൊന്ന് സാറേ, 2 ദിവസമായി കാർ സ്റ്റാർട്ട് ആക്കി തന്നെ. ഓ, രണ്ട് ദിവസമായിട്ട് നിന്റെ റേഡിയേറ്റർ തണുത്തിട്ടില്ല കേട്ടോ. ഈ പണം അക്കാമ്മ നിനക്ക് എന്തിനാ തന്നത്? അക്കാമ്മയുടെ മകനെ കാട്ടിക്കൊടുക്കാതിരിക്കാനാ. നീ കാട്ടിക്കൊടുക്കാതിരിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? അത് അക്കാമ്മയുടെ മകൻ രജി. അന്ന് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസം രജിയും കൂട്ടുകാരും ഒരു കല്യാണം കഴിഞ്ഞ് എന്റെ കാറിൽ മടങ്ങി വരികയായിരുന്നു. അപ്പോ രാത്രി ഏകദേശം 7-7:30 മണിയായി കാണും.
ബാഹുലിയ വാ. ഞാനില്ല, എനിക്ക് ഇതിപ്പോ വാ. ഞാൻ ഭയന്നുപോയി സാർ, വല്ലാതെ ഭയന്നുപോയി. ബോഡി മറവ് ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നിയില്ല. വിവരം ഞാൻ സുഗണ സാറിനെ അറിയിച്ചു. സാർ അക്കാമയെ അറിയിച്ചു. സാറ് പറഞ്ഞതനുസരിച്ച് ഡെഡ് ബോഡി കുളത്ത് കല്ല് കെട്ടി താത്തി. എന്തിനാ കോവിലത്തെ കുളത്തിൽ തന്നെ കൊണ്ടിട്ടത്? വേറെ ഇഷ്ടം പോലെ കുളങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത്. അവിടെ തന്നെ ഇടാൻ പറഞ്ഞത് സൂണ സാറാ. എന്തിന്? എങ്ങാനും കേസ് കുത്തി പൊക്കി വന്ന പോലീസും ജനവും തമ്പുരാനെ സംശയിക്കണം. പൗരസമിതി ഉണ്ടാക്കിയതും സൂണം പറഞ്ഞിട്ടാ? അതെ, തമ്പുരാനെതിരെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഈ അക്കാമ ആരാ? അവരുടെ വീട് കോട്ടയത്താ. വിവാഹം കഴിഞ്ഞ് കുറെ കാലം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം ഹിന്ദിയിലേക്ക് മടങ്ങി. അയാള് ചത്തതോ അതോ അവള് കൊന്നതോ? ഇപ്പോ ഒരു കാര്യം കൂടെ വ്യക്തമായി. ശാലിനിയുടെ ചേച്ചിയുടെ ഭർത്താവ് മുരളി എങ്ങനെ അമേരിക്കയിലെത്തിയെന്ന്. അത് അക്കാമയുടെ ഇൻഫ്ലുവൻസ് തന്നെ. അക്കാമ ഇപ്പൊ നാട്ടിലെന്ത് ചെയ്യുന്നു? ഒരുപാട് ബിസിനസ് ഉണ്ട്, വലിയ കോടീശ്വരിയാ. ആ നിർഗുണനും അവളും തമ്മിൽ എന്താ ബന്ധം? അവൾ സൂണന്റെ കീപ്പോ അതോ അയാൾ അവളുടെ? അതൊന്നും എനിക്കറിയില്ല സാർ. പക്ഷെ അക്കാമ പറഞ്ഞാൽ സുഗണ സാർ എന്തും കേൾക്കും. ഓ രാജ, ഇവന്റെ ഇന്നൊരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു വെച്ചേക്കും. സർ. അല്ല, ഇനി ഇവന്റെ ജീവന് നമ്മുടെ ജീവനേക്കാൾ വിലയുണ്ട്. ആ തീർച്ചയായും സർ. റെജിയും കൂട്ടുകാരും ഇപ്പൊ എവിടെയുണ്ട്? പറ. പറയാ സാർ. Ah!
നോ. ബിന്ദുവിനെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ സർ? ഇനി അഥവാ കഴിഞ്ഞാലും ആ കേസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ബിന്ദുവിനെ സാക്ഷിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരെ കാണുമ്പോഴുള്ള പ്രതികളുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കൺഫർമേഷനാണ്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു നോർമൽ ആകാനും അത് സഹായിച്ചേക്കും.